കേംബർ സാൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അത് ബീച്ച് സൈഡ് ആണ്. അപ്പം ഞങ്ങൾ അവിടെ ഒരു ഗ്ലാമ്പിംഗ് സൈറ്റ് എടുത്തിട്ടുണ്ട്. ഗ്ലാമ്പിംഗ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ടെന്റ് അവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഇല്ല, രാത്രി ഫോണിന് വൈഫൈ ഉണ്ടാവത്തില്ല, ഫോൺ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാത്തിൽ നിന്നും കട്ടൗട്ടായിട്ട് ഒരു രാത്രി എങ്ങനെ ഉണ്ടാവും നോക്കാം. അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ സ്ഥലത്തെത്തുകയായി. വരൂ രാജാവേ, വരൂ രാജാവേ, രാജാവേ വരൂ. ഇത് നമ്മുടെ ഈ ക്യാമ്പിംഗ് സൈറ്റിന്റെ സൈഡ് ഭാഗത്തുള്ളൊരു പുൽമേടാണ്. ഞങ്ങൾ ക്യാമ്പിംഗ് സൈറ്റ് ഇരുന്നത് ഇതുപോലത്തെ ഒരു പുൽമേട് തന്നെയായിരുന്നു. ഒരു പുൽമേടിനകത്താണ് മൊത്തം. ഇതുപോലെ മഞ്ഞപ്പൂക്കളായിരുന്നു. എന്ത് രസമാണെന്ന് ഇത് കാണാനായിട്ട്. ഇതിങ്ങനെ ദൂരെ നോക്കി കഴിയുമ്പോഴത്തേക്കും അടിപൊളി ലുക്കാണ്. നമ്മുടെ ഈ കടുക് പാടങ്ങളൊക്കെ കാണത്തില്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ, അതേ ഒരു ലുക്കാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഒരു എന്താ പറയുക, ഗ്ലൈസിങ് ഉള്ള ടൈപ്പ് ഒരു പൂക്കള്, ഇലകൾ കണ്ടോ, രസമാണ് നോക്കി. മറ്റേ ഊട്ടിപ്പൂവിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. 4-5 ഇതളുള്ള ഊട്ടിപ്പൂവ്. ക്യാമ്പിംഗ് വാസ് സംതിങ് ബ്യൂട്ടിഫുൾ. നമുക്കത് ഒരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ഉള്ള സീനാണ്. ഫ്രണ്ട്സിനെ കിട്ടുന്നുള്ളത് മാത്രമല്ല, മിക്കവാറും ഈ പറഞ്ഞ ആൾക്കാർ മിക്കവാറും ഇന്ത്യ വരാൻ ചാൻസ് ഉണ്ട്. ഇവളുടെ വീട്ടിൽ മിക്കവാറും ആൾക്കാർ വരും, സകല ചാൻസ് ഉണ്ട്. അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പം പറഞ്ഞു. അഡ്രസ്സൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. എസ്തറിന്റെ ബർത്ത്ഡേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് പിള്ളേര് ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നെ ചെയ്യാനാ, ഇവിടെ അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു കിടപ്പും പുടുപ്പും. രസമായിരുന്നു കേട്ടോ, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാര്. ഞങ്ങൾ ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് ഇത്രയും സ്നേഹം കണ്ടിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ കൂടി ആയിരിക്കും. ഇപ്പൊ നമ്മൾ എയർബിഎൻബി പോയി എടുക്കുന്നു, നമ്മുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അവരവരുടെ ഓൺ ഹൗസ് ആണ്. അതിന് മുകളിൽ ആരും നിൽക്കത്തുമില്ല. അതാണ് വീടുകളുടെ ഹോട്ടലുകളുടെ ഒരു പ്രത്യേകത. അവരവരുടെ ലോകത്ത് ജീവിക്കും. ഇത് പക്ഷേ ഇച്ചിരിയുടെ ഓപ്പൺനെസ് ആണ്. നമ്മളൊരു വൈൽഡായിട്ട് നിൽക്കുന്നു, ആൾക്കാർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ വരുന്നുള്ളൂ. അല്ലാതെ ഭയങ്കര പോസിറ്റീവും എന്നാ ഷോ കാണിക്കാൻ പറ്റുന്ന ഒരുത്തന്നെ ഇവിടെ നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ കാണത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്യാമ്പിംഗ് ഞങ്ങൾ കൂടുതൽ ക്യാമ്പിങ്ങിനായിട്ട് ഇറങ്ങാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. കൊണ്ടാണ് ഈ കൾച്ചർ ഇവരുടെ ആൾക്കാർ ഇവിടെ കൂട്ടത്തിൽ മിങ്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും കൂടുതൽ പറ്റുന്ന സംഭവം അതാണ്. പബ് ലൈഫുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പബ്ബും നൈറ്റ് ലൈഫൊക്കെ നമുക്ക് വേണമെങ്കിൽ മാനേജ് ചെയ്യാം. അങ്ങനെ ആൾക്കാരെ കൂട്ടുകാരൊക്കെ കിട്ടും. പക്ഷേ കൂട്ടുകാരെകളൊക്കെ ഉണ്ട്, ഒരു ഫാമിലിയാണ്. അതിന് ഫാമിലി ബോണ്ടിങ് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം. പ്രസറൊക്കെ ഒരു ദിവസം നിന്നോളൂ. ലോലയൊക്കെ ഇറങ്ങാറായപ്പോഴത്തേക്കും കരയാറായിട്ട് ഇറങ്ങിപ്പോരുന്നത്. വരണോട്ടോ, ശനിയാഴ്ച വരണോട്ടോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മോച്ചിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മുടെ ഒരു നാട്ടിലത്തെ ഒരു ഫീലിങ്. അങ്ങനെ ഒരു ഇത്ര ഇംഗ്ലീഷുകാരായിട്ടൊരു ബോണ്ടിങ് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അവർ ജാടയായിട്ടൊന്നും കാണിക്കണമില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ? ഒറ്റ റൂമാണെങ്കിലും അടിപൊളി. നമ്മുടെ വീടിനേക്കാൾ സൗകര്യം, ഇഷ്ടംപോലെ സ്ഥലവും. ഇതിലും നല്ല റിവ്യൂ എന്നാ വേണം. 20 കോടി ഡൽഹിയിൽ ഇങ്ങനെ ഒരു കൂടാരം ഓർക്കണ്ടോ? ആരുടേതാ ഭയങ്കര നമ്മൾ സൗണ്ട് എടുക്കുമ്പോ തിരിച്ച് സൗണ്ട് വിളിച്ചു കൂവുന്നേ? ലോട്ടസ് ടെമ്പിൾ. മറന്നുപോയി. അതുപോലെ തോന്നുന്നു ഇത് കണ്ടിട്ട്. ലോട്ടസ് ടെമ്പിൾ പോലെ തോന്നുന്നു ഇത് കണ്ടിട്ട്. ഇവരുടെ വല്യമ്മയുടെ സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇവർ ലണ്ടനിനകത്തുണ്ടായിരുന്ന ആൾക്കാർ ഇങ്ങോട്ട് മൂവ് ചെയ്തവരാണ്. ഈസ്റ്റ് ലണ്ടനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പുള്ളിക്കാരി ടീച്ചറായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥരെ. അപ്പം അവരവിടെ നിന്ന് ഇങ്ങോട്ട്, പുള്ളിക്കാരൻ ലെസ്റ്റർ ചെയ്യുന്നു, അവരവിടെ നിന്ന് ഇങ്ങോട്ട്, അവളുടെ ജന്മസ്ഥലമാണിത്. അവൾ ജനിച്ചത് ഈ വീട്ടിലാണ്. അപ്പോൾ അവരിങ്ങോട്ട് അങ്ങനെ മൂവ് ചെയ്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രായമായിട്ട് അപ്പൻ്റെ അമ്മയുടെയോ ഇവരുടെ ഓണർ കേട്ടോ, ജെയിൻ്റെ കാര്യം ഈ പറഞ്ഞത്. അപ്പം പക്ഷേ നമുക്കത് ഇഷ്ടപ്പെട്ടു. അവരെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോറീസ് കേട്ട് അതൊരു പ്രത്യേക രസമാണ്. ലൈഫ് സ്റ്റോറീസ് കേട്ട്
അവരുടെ ജീവിതം എന്തുവാണെന്നും അവരെങ്ങനെയൊക്കെ ജീവിതത്തിൽ മാറി എന്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് തന്നെ നമുക്കൊരു വലിയ രസമാണ്. പുള്ളിക്കാരിയോട് ഞാൻ കുറേ നേരം കുറേ കാര്യങ്ങൾ ചോദിച്ചു. അവരെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്, എത്ര വർഷം അവർക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ്. അവർ ക്യാമ്പിങ് ചെയ്ത് ഒരു 10 വർഷത്തോളം നിന്നതിന് ശേഷമാണ് അവർ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നത് ഈ ബിസി ലൈഫ് മടുത്തിട്ട് നമുക്ക് പക്ഷെ അതാണ് ശരിക്കും ബിസിനസ് ആകേണ്ടത്. അവനവന്റെ പാഷനാണ് ബിസിനസ് ആകേണ്ടത്. അതിന്റെ കാണാനുണ്ട് അവരുടെ എക്സ്പീരിയൻസ് ആണ് ബിസിനസ് ആവേണ്ടത്. എന്നാൽ ബാക്കി നമ്മൾ ക്യാമ്പിംഗ് വിശേഷങ്ങൾ നിങ്ങളെ പുറകെ കാണിച്ചു തരാം. പാചകങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കൊണ്ട് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ കുക്ക് ചെയ്തു. പക്ഷേ ഞങ്ങൾ ഗ്യാസ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇവര് തന്ന ഗ്യാസിലാണ് ഞങ്ങൾ കുക്ക് ചെയ്തത്. അത് കുറച്ച് കഴിയുമ്പോൾ തീർന്നു പോയി. അതുകൊണ്ട് ഞങ്ങളെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹാഫ് കുക്ക് കഴിക്കുന്നത്. അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. മമ്മി കട്ടക്കാലിപ്പായി. അയ്യേ ഇതൊക്കെ എങ്ങനെ കഴിക്കുന്ന ചേച്ചിട്ടോ. താങ്ക് യു. സൈറ്റിനകത്ത് കാരണം നമുക്കൊരു വാമായിട്ടുള്ള എൻവയോൺമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വേണമെങ്കിൽ അത് വേണം. ടെൻറ്റിനകത്ത് നമുക്ക് വേറെ ഹീറ്ററുള്ള സാധനങ്ങളൊന്നുമില്ല. ഇതാണ് ആകെയുള്ള ഹീറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. യെസ്, ബ്യൂട്ടിഫുൾ. അയ്യോ ഗൈസ്, നിങ്ങളിത് കാണുക. സ്വന്തം വീട്ടിലെ ഒരു കൈക്കലത്തുണ്ട് കരിയിലെ അങ്ങോട്ടോട്ട് മാറ്റാത്തവളാണ്. വിറക് പെറുക്കാൻ പോയിരിക്കായിരുന്നു. വേണ്ട, വിറക് പെറുക്കിട്ട് ഒരു വഴിയാണ് കാണുന്നത്. ഐ കാൺ ബിലീവ് എസ്റ്റർ ഈസ് കളക്ടിങ് ഫയർവുഡ്. ഞങ്ങളെപ്പോലെ ക്യാമ്പിങ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ആഗ്രഹം ഉണ്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സ്ഥലവും അധികം എക്സ്പെൻസീവ് ഒന്നും അല്ലെന്നേ. അതുകൊണ്ട് ആ വലിയ ടെന്റിന് 76 പോകണ്ടോ അങ്ങനെ എന്തോ, ചെറിയ ടെന്റിന് 56, അതായത് 4 പേർക്ക് കിടക്കാൻ പറ്റുന്നത്. അതിലും ചെറുതുണ്ട് അവിടെ 2 പേർക്ക് കിടക്കാനുള്ളത്. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് വില കുറയും. പിന്നെ വെളിയിലാണെങ്കിൽ 10-18 പോണ്ടിന് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പോയി ക്യാമ്പ് ചെയ്തിട്ട് വരാം. അപ്പം വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ലേ. വെറുതെ വണ്ടി കൊണ്ട് ക്യാമ്പിംഗ് സൈറ്റിനകത്ത് ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ടെന്റ് വലിച്ച് കെട്ടി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ് വാച്ചിങ്. അവര് കുറച്ച് ഒരു ലീഫ്ലെറ്റ് പോലെ അവിടെ വെച്ചിട്ടുണ്ട്. പല പല ബേർഡ്സിനെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിള്ളേർക്ക് സ്ക്രീൻ ടൈമിൽ നിന്ന് മാറി നിന്നിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവം. എന്തോ അനിമൽസും ചെറിയ പെറ്റും പിന്നെ മീൻ പിടിക്കുന്ന ഒരു ലേക്ക്, അവിടെ ഒന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ 2 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ലോക്കൽ ഏരിയയും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ 1 day സ്റ്റേ ആയിരുന്നു. ഞങ്ങൾ വെളിയിലോട്ടൊന്നും ഇറങ്ങിയില്ല, സ്ഥലങ്ങളിലേക്കൊന്നും പോയില്ല. ജസ്റ്റ് ആ സ്ഥലം എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഒരിക്കലും ഒരു Airbnb പോലെ ഞങ്ങൾ ആ സ്ഥലം എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. മുകളിലോട്ടൊക്കെ പോവാണെങ്കിൽ ഇവരുടെ തന്നെ ഫാം ഫീൽഡ് ഉണ്ട്. മുകളിലൊക്കെ മറ്റേ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ സംഭവം ഉണ്ട്. ഒരു പോണ്ടുണ്ട്, ബേബി ഡെക്കിനെ വളർത്തുന്നത്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ അവർ പറഞ്ഞു. അപ്പൊ അതൊന്നും നമ്മളെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അതാ പറഞ്ഞു. അപ്പം ബുക്ക് ചെയ്യുകയാണെങ്കിൽ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ടോയ്ലറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ 100 മാർക്ക് തരാം. ടോയ്ലറ്റിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ടോയ്ലറ്റ്. അതെ, ഇവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് ടോയ്ലറ്റ് നമ്മൾ പോയിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഫൺ ഫെയറിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ടോയ്ലറ്റ് ഇല്ലേ, പോർട്ടബിൾ ടോയ്ലറ്റ്, അതാണ് സാധനം. അതൊരു എനിക്കതിനകത്ത് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. വൃത്തിയുള്ള ടോയ്ലറ്റൊക്കെ തന്നെയാണ്. പക്ഷേ അതിന്റെ ടോയ്ലറ്റ് വേസ്റ്റ് മാറ്റുന്നതിനായിരിക്കും ഇവർ പറയുന്നത്. പണം ഉണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം സ്മെല്ലി ആയിരുന്നു. അപ്പം പക്ഷെ ബാക്കിയെല്ലാം ക്ലീൻ ആയിരുന്നു. അവർ ക്ലീൻ ചെയ്ത് തന്നതാണ്. അപ്പൊ അതാ ശരി, വീണ്ടും അടുത്ത ബ്ലോഗുമായി അടുത്ത സ്ഥലവുമായി വീണ്ടും കാണാം. ബൈ ബൈ.